ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തപസ്സുകാലം 2-ാം വാരം ബുധനാഴ്ചയിൽ തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും മൂന്നാമതും തൻ്റെ പ്രിയ ശിഷ്യരോട് പ്രവചിക്കുന്നതും. ഈ പ്രവചനം കേട്ട് സെബെദീപുത്രന്മാരുടെ മാതാവിൻ്റെ അഭ്യർത്ഥനയുമാണ് വചനഭാഗത്ത് നാം ശ്രവിക്കുക. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ 2 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. 1, ഈശോയെ കേൾക്കുന്നവരായി മാറുക. 2, സമാധാനം സ്ഥാപിക്കുന്നവരായി മാറുക. നമുക്ക് ഈശോയെ കേൾക്കുന്നവരായി മാറാം. ഈശോ തൻ്റെ സഹനത്തിലൂടെ തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന മനുഷ്യകുലത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ ഈ പ്രവചനം എന്താണെന്ന് മനസ്സിലാക്കാതെ, ഈശോയെ ശ്രവിക്കാതെ സെബെദീപുത്രന്മാരുടെ അമ്മ മാനുഷികമായ നേട്ടങ്ങളെക്കുറിച്ചും രാജ്യത്തെയും അധികാരത്തെയും സ്ഥാനമാനത്തെയും കുറിച്ചാണ് ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, യാചിക്കുന്നത്. ഈശോയെ കേൾക്കാതെ, മനസ്സിലാകാതെ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ കേൾക്കുന്ന, മനസ്സിലാക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം, ഒരു പ്രവണത ഇത് നമ്മിലെല്ലാവരിലുമുണ്ട്. ഈശോ നമ്മുടെ ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാതെ, അവിടുത്തെ കേൾക്കാതെ അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനും പണത്തിനും ലോകത്തിൻ്റെതായ സുഖങ്ങൾക്കും പിന്നാലെ നാം പോകുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക വരെ നാം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ തപസ്സുകാലത്തിൽ ഈശോയെ ശ്രവിക്കുന്നവരായി നമുക്ക് മാറാം. ഈശോ എൻ്റെ ജീവിതത്തിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത്, ഈശോ എന്താണ് എന്നോട് പറയുന്നത്, അത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുക എന്നതാണ് ക്രൈസ്തവരായ നമ്മുടെ ലക്ഷ്യം. അതിന് ഏറ്റവും ആദ്യം നമ്മുടെ ഹൃദയം ശൂന്യമാക്കണം, ഹൃദയ ശുദ്ധിയുള്ളവരായി മാറണം. മത്തായി 5:8 തിരുവചനം: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയോടെ ഈശോയെ നമുക്ക് സമീപിക്കാം. ഈ ഹൃദയ വിശുദ്ധിയോടെ ഈശോയുടെ വചനം വായിക്കാനും ധ്യാനിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈശോയെ ശ്രവിച്ച് മനസ്സിലാക്കി അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. 2-ാമതായി സമാധാനം സ്ഥാപിക്കുന്നവരായിട്ട് മാറുക. വചനം തുടർന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സെബെദീപുത്രന്മാരുടെ അമ്മയുടെ ഈ ഒരു അഭ്യർത്ഥന മറ്റ് ശിഷ്യന്മാരിൽ ഭിന്നതയും ദേഷ്യവും അമർഷവുമൊക്കെ ഉണ്ടാക്കിയെന്ന്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഈശോനാഥൻ സമാധാന പാലകനായിട്ട് മാറുന്നുണ്ട്. അവരുടെ ഇടയിലെ ഭിന്നതയും അമർഷവും മനസ്സിലാക്കി അവരെ എല്ലാവരെയും അടുത്ത് വിളിച്ച്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണമെന്ന് പറഞ്ഞ് അവരിലെ ഭിന്നതയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ തിന്മയെടുത്തു മാറ്റി സമാധാനം സ്ഥാപിക്കുന്നവരായി നമുക്ക് മാറാം. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ഈ ഒരു വലിയ മാതൃക നമ്മുടെ ജീവിതത്തിലും നാം സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, ഇടവകയിൽ നാം ആയിരിക്കുന്നിടങ്ങളിൽ ഒരു പ്രശ്നം വന്നാൽ, ഭിന്നതയുടെ അമർഷത്തിൻ്റെതായ സാഹചര്യം വന്നാൽ എന്താണ് നമ്മുടെ മനോഭാവവും അതിനോടുള്ള നമ്മുടെ സമീപനവും? പലപ്പോഴും നാം ചെയ്യുന്നത് അത് ഇരട്ടിയാക്കാനും പരസ്പരം തച്ചുടയ്ക്കാനും ഒക്കെയുള്ള ഒരു അവസരമാക്കി മാറ്റാറുണ്ട്. എന്നാൽ ഈശോ പറയുന്നു, അപ്പോഴെല്ലാം നിങ്ങൾ സമാധാനം സ്ഥാപിക്കുന്നവരായി മാറുവിൻ. എല്ലാവരെയും ചേർത്ത് നിർത്തി സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഭിന്നതയുടെ അമർഷത്തിൻ്റെതായ അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയെ പോലെ സമാധാനം സ്ഥാപിക്കുന്നവരായി നമുക്ക് മാറാം. അങ്ങനെ മത്തായി 5:9 വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. അതേ സമാധാനം സ്ഥാപിക്കുന്നവരായി ദൈവപുത്രരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.